ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വൈഫൈ മോഡത്തിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അധിക പേർക്കും പ്രൈവസി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് ക്വാർട്ടേഴ്സിൽ അതുപോലെ തന്നെ അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ വൈഫൈ പാസ്വേഡ് ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും QR കോഡ് ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ എന്താ പറയുക അടുത്ത ആൾക്ക് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കൃത്യമായിട്ട് സ്പീഡ് ആസ്വദിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മളുടെ നമ്മൾ അത്രയും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയ വൈഫൈക്ക് മൊബൈൽ ഡാറ്റയുടെ പോലെ തന്നെ അത്രയും സ്പീഡ് കുറയുമ്പോൾ നമുക്ക് സങ്കടമാകും. ഓക്കെ, അപ്പോൾ അധിക പേരും നമ്മൾക്ക് ഓൺലൈനിലൊക്കെ തപ്പിപ്പിടിച്ചിട്ട് ഈ ഒരു വൈഫൈ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ നോക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അധിക പേർക്കും ചെയ്യാൻ പറ്റാറുണ്ട്. എന്നാൽ അതിലധികം പേർക്കും ഫൈൽഡ് ആവാനാണ് ചാൻസ്. കാരണം ഇവർ ആദ്യം കാണുന്ന യൂസർ നെയിം പാസ്വേഡ് തന്നെ മാറ്റും. പിന്നീട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇവരുടെ ഫോൺ തന്നെ വൈഫൈയിൽ കണക്ട് ആവത്തില്ല. ചിലപ്പോൾ കണക്ട് ആയാൽ തന്നെ അവർ കളിച്ചതിൻ്റെ പ്രകാരം അതിൽ ഇൻ്റർനെറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്, അല്ലാതെ കമൻറ്റ് ചെയ്ത് അറിയിച്ചിട്ടുണ്ട്, കുടുങ്ങിയവരുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരിക്കൽ നിങ്ങൾ ആ ഓപ്പറേറ്റർ വിളിച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തുള്ള കേബിൾ ഓപ്പറേറ്റർ വന്നിരിക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഒരു വീഡിയോ എടുത്തു വെക്കുക. അതിനുശേഷം നിങ്ങൾ അതുപോലെ തന്നെ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഒരിക്കലും ഏതൊരു കാര്യം നമ്മൾ ആദ്യം ചെയ്യുമ്പോഴും നമുക്ക് വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് അത് സിമ്പിളായിട്ട് ചെയ്യും. ഇപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ മൊബൈലിൻ്റെ പാസ്വേഡൊക്കെ മാറ്റുന്നില്ലേ, കൃത്യമായിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോയി ലോക്ക് സ്ക്രീൻ എടുത്തിട്ട് അതിൽ പിൻ കോഡ് മാറ്റാറുണ്ട്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു വട്ടം ചെയ്ത് നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇങ്ങനെ വല്ലാണ്ട് നമ്മൾ പാസ്വേഡ് ലീക്കായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലത്തെ ഒരാഴ്ച കൂടുമ്പോഴോ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോഴോ നമുക്ക് വേണമെങ്കിൽ പാസ്വേഡ് മാറ്റാൻ സാധിക്കുന്നതാണ്. അല്ലാതെ ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് മാറ്റിയിട്ടാകുമ്പോൾ ഒരു വട്ടം മാറ്റുമ്പോൾ തന്നെ എന്തോ പ്രശ്നമായി കഴിഞ്ഞിട്ട് നിങ്ങൾ തടന്നു പോരുത്. ഒരു വട്ടം മാറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കേബിൾ ഓപ്പറേറ്റർ വിളിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം വന്ന് ശരിയാക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചോദിക്കുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു തരും. നിങ്ങൾ അവരോട് പറഞ്ഞാൽ മതി, എൻ്റെ പാസ്വേഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലീക്ക് ആവുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരു മാസത്തിലൊക്കെ ഒരിക്കലും ഇങ്ങനെ പാസ്വേഡ് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇതെങ്ങനെയാണ് മാറ്റേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് കാണിച്ചു തരും. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ മോഡത്തിൽ 2 തരം പാസ്വേഡ് വരുന്നുണ്ട്. ഒന്ന്, നമുക്ക് നോർമലായിട്ട് വൈഫൈയുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ മാറ്റാൻ സാധിക്കുന്ന ഒരു യൂസർ നെയിമും പാസ്വേഡ് ഉണ്ട്. അതല്ലാതെ റൂട്ട് ആക്സസ്, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, ഇപ്പം കേരള വിഷൻ്റെ ആണെങ്കിൽ കേരള വിഷൻ്റെ സെർവറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള അവരുടെ യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്. അതൊക്കെ മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള മറ്റൊരു റൂട്ട് പാസ്വേഡും കൂടി ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പല മോഡത്തിനും പല സെറ്റപ്പുകളാണ്. അതുപോലെ തന്നെ ചില മോഡൽ TP ലിങ്കിനൊക്കെ ചില എക്സ്റ്റേണൽ മോഡം വാങ്ങി വെച്ചതാണെങ്കിൽ അതിൽ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ വൈഫൈയുടെ ലോഗിൻ പാസ്വേഡൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കേരള വിഷൻ്റെ സെൽഫ് കെയർ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്തും പാസ്വേഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതെന്ന് പറയുന്നത് നിങ്ങളുടെ യൂസർ അക്കൗണ്ട്, അതായത് ഈ മോഡം കേരള വിഷൻ്റെ സെർവറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നതിൻ്റെ യൂസർ നെയിം പാസ്വേഡാണ് അതിൽ മാറ്റാൻ സാധിക്കുക. അതല്ലാതെ സെൽഫ് കെയർ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന ഒരിക്കലും ഈ നമ്മളുടെ മോഡത്തിൻ്റെ പാസ്വേഡൊന്നും മാറാൻ പോകുന്നില്ല. അതിന് ഒന്നുകിൽ ആ മോഡത്തിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ URL ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ തന്നെ URL ഉപയോഗിച്ചുകൊണ്ട് കയറിയിട്ട് നിങ്ങൾ ചെയ്യാം. കഴിഞ്ഞ വീഡിയോ എന്ന് പറയാൻ കാരണം 3-4 വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു വിരസതയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആ കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറിയിട്ട് വൈഫൈ പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അല്ലെങ്കിൽ ആൻഡ്രോയിഡ് മലയാളി വൈഫൈ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസുകളിലും അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ സെയിം തന്നെയാണ്. അവിടെ ഇവിടെയൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടാകും. ചിലപ്പോൾ ഓൺ ആയിരിക്കും, ചിലപ്പോൾ ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ എനേബിൾ ഡിസേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ഡീആക്ടിവേറ്റ് ആയിരിക്കും. ഇങ്ങനെ 3 തരത്തിലുള്ള ചേഞ്ചസ് മാക്സിമം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ പുതിയ ചില മോഡത്തിലാണെങ്കിൽ കുറച്ചും കൂടി വ്യത്യാസം ഉണ്ട്. എന്നാലും ഇപ്പം മാക്സിമം എല്ലാ കമ്പനിക്കാരും അവരുടെ സോഫ്റ്റ്വെയർ മാക്സിമം യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വൈഫൈ പാസ്വേഡ് മാറ്റുന്ന ആൾക്കാർ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ചാടിപ്പിടിച്ച് മാറ്റിയിട്ട് ഒരിക്കൽ കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഇനി ജീവിതത്തിൽ ഇനി ആ പരിപാടിക്കില്ലേ എന്നുള്ള രീതിയിൽ നിൽക്കരുത്. അത് റെഡിയാക്കാൻ വരുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് അത് ചെയ്യുക, അത് മനസ്സിലാക്കി വെക്കുക. പിന്നീട് നിങ്ങൾക്ക് സ്വന്തം തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ കുറേ ആൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.